അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എവിടെ അറിയാം, നിങ്ങൾ കർണാടകയിലെ ആസൻ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മനോഹരമായിട്ടൊരു പ്ലേസിലാണ് ഉള്ളത്. അതായത് ഏറ്റവും 4000 അടി മുകളിലെത്തുന്ന സംഭവം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൊടക് ഡിസ്ട്രിക്ട്, അതായത് മറ്റേ മല്ലള്ളി ഫാൾസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയേക്കും. ആ ഒരു സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ആ ഒരു സൈഡാണ് സംഭവം ഉള്ളത്. ഇങ്ങനെ തിരിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ വന്നാൽ നമ്മളെ സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റും, കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ മംഗലാപുരം, അതായത് കുക്കെ സുബ്രഹ്മണ്യ സൈഡൊക്കെയാണ് ആ സൈഡ് വരുന്നത്. നിൽക്കുന്ന സ്ഥലം ആസനാണ്. നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഒന്നും പറയാനില്ല, മികച്ചൊരു സ്ഥലം, കാണേണ്ട പ്ലേസ് തന്നെയാണ്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ കൊണ്ടിരിക്കുന്നത്. ഈ ലെവലിൽ എടുക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ പൊളി പ്ലേസ് ആണ് കേട്ടോ. ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമ്മൾ റായർക്കൊപ്പിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഒരു 10-35 കിലോമീറ്ററിന് ഇവിടെ നിർത്തേക്ക് അടുത്ത 2 സ്ഥലങ്ങളാണ്. അതായത് നമ്മൾ പോയതൊന്ന് മറ്റേ നമ്മളെ മുക്കമ്മന ഫാൾസ്, പിന്നെ ഒന്ന് ഈ ഒരു ബിസ്ലേഘാട്ടാണ് കേട്ടോ. ബിസ്ലേഘാട്ട് നമ്മൾ മറ്റേ കുന്നിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ കയറാനൊന്നുമില്ല സംഭവം. ചെറിയൊരു കയറ്റം ഉള്ളൂ, വലിയ സംഭവങ്ങളൊന്നും ഇല്ല. വണ്ടി അവിടുത്തെ വരെ പോയി ജസ്റ്റ് ഒരു 100 മീറ്റർ നടന്നാൽ മതി. 50 രൂപ മറ്റോ ആണ് ഫീസ് എന്ന് തോന്നുന്നു. ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എന്തായാലും ആ ഒരു ഏരിയ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കാണേണ്ട സ്ഥലമുണ്ട്. വളരെ മനോഹരമായ സ്ഥലമായിരുന്നു. ഒരുപാട് ഈവനിങ് ടൈം ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. മഞ്ഞും അതുപോലെ തന്നെ സൂര്യാസ്തമയം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഫാമിലി അടക്കാണ് കുറേ ആൾക്കാർ പോയത്. പോകുന്ന സമയത്ത് പഠിച്ചോളൊന്ന് പ്രാർത്ഥിച്ചോളൂ, ചെറുതായിട്ടൊന്ന് മഴ പെയ്യാം. വലിയ മഴയല്ല, ചെറിയൊരു പാർല മഴ, അതും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഏരിയയിൽ നിന്ന് വരാൻ പറ്റില്ല, കാരണം അത്രയും ഫോഗായിരിക്കും അവിടെ ഉണ്ടായത്. ചെറിയൊരു ലൈറ്റ് മഴ പെയ്തല്ല, അടിപൊളിയായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ 6 മണി വരെ എൻട്രി ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു 5:45 5:50 ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പറയാനില്ല, കിടിലം പ്ലേസ് തന്നെ ആയിരിക്കും എന്തായാലും ഇത്. ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ട് നല്ല അതിമനോഹരമായൊരു സംഭവമാണ് ഈ വരുന്നൊരു സാധനം കേട്ടോ. ഒരു എമണ്ട ഐറ്റ്, നല്ല കിണ്ണം പാറ ഐറ്റോ, ഏതാ ഐറ്റും വലിയ സാധനം എന്നറിയാം. മാഷാ അല്ലാ, കിടക്കട്ടെ. ഏതായാലും നിങ്ങളെന്തൊക്കെ ആ പശുവിൻ്റെ ബൈക്ക് പോട്ടെ. നിങ്ങളതെല്ലാം ഒരു ബെൽ ബട്ടണും ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ നിൽക്കിക്കളാം, മറന്നുകൊണ്ടാണ്. ബയ്യ മറന്നു പോയി കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം നമുക്ക്.